സ്നേഹമുള്ളവരെ, രാമൻകുട്ടി നാരാശാൻ്റെ ജന്മശതാബ്ദി വർഷം കേരള കലാമണ്ഡലത്തിൽ വെച്ച് അടുത്ത മാസം 25-ാം തീയതിയോടുകൂടി സമാപിക്കുന്ന രീതിയിൽ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിവിധ കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള അനുസ്മരണങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കുന്നംകുളം ക്ലബ്ബിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ സംബന്ധിക്കാനായതിൻ്റെ സന്തോഷവും നന്ദിയും ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ആശാൻ്റെ സ്മരണയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വേദിയിൽ ഞാൻ കന്നിക്കാരനൊന്നല്ല, നിരവധി സന്ദർഭങ്ങളിൽ പ്രഭാഷകനായി വരാൻ യോഗം സിദ്ധിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഒരു കഥകളി അരങ്ങ് വല്ലാതെ ദീപ്തമായ ഓർമ്മയായി മനസ്സിൽ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പീശപ്പള്ളി രാജീവിൻ്റെ കാലകേവധമായിരുന്നു കഥ. ബാലസുന്ദരൻ കൊട്ടുന്നു. ഓരോ സലജോഹം തുടങ്ങി ഓരോ മുദ്രയും പൂർത്തിയാക്കേണ്ട മാത്ര ഏത് എന്ന് നടന് സംശയമില്ലാത്ത രീതിയിൽ ബാലസുന്ദരൻ ചെണ്ടയിൽ കൊട്ടിക്കൊടുക്കുന്ന രീതിയിൽ ആ അരങ്ങങ്ങനെ പൊലിഞ്ഞ് എന്നുവെച്ചാൽ ഗംഭീരമായി തിളങ്ങി പര്യവസാനത്തിൽ ഹർഷാരവത്തോടെ ആളുകൾ കൈയടിക്കുന്ന സമയത്ത് ഞാൻ മൈക്ക് ചോദിച്ചു വാങ്ങി സംഘാടകരോട് 2 വാക്ക് പറയാൻ എനിക്ക് അവസരം തരണം. രാജീവിനെ അനുമോദിക്കാനായിരുന്നില്ല. രാജീവ, താങ്കളുടെ ഇന്നത്തെ അരങ്ങ് നന്നായെങ്കിൽ താൻ നന്ദി പറയണം ബാലസുന്ദരനോട്. അത്ര മനോഹരമായി രാജീവൻ്റെ ആ അരങ്ങിനെ ആ ദീപ്തമാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ചാലകശക്തിയായി പിന്നണിയിൽ പ്രവർത്തിച്ച ബാലസുന്ദരൻ എന്ന വാദകൻ കുന്നംകുളം ക്ലബ്ബിലെ അന്നത്തെ കഥകളിയെ ഒരു അവിസ്മരണീയമായ അരങ്ങാക്കി മാറ്റിയതിന് നേർസാക്ഷിയായതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിതൊന്ന് ഓർമ്മിച്ചു പറയുന്നത്. ആ രീതിയിൽ ചിട്ടപ്പെട്ട കഥകൾ ആണെങ്കിൽ അതിൻ്റെ കളരി സാങ്കേതിക ഘടനയെ സംബന്ധിച്ച കൃത്യമായ അവബോധത്തോടെയും അവഗാഹത്തോടെയും മനോധർമാവിഷ്കാരങ്ങൾക്ക് പഴുതുകളുള്ള മറ്റ് കഥകളാണെങ്കിൽ നടൻ്റെ മനസ്സറിഞ്ഞ് കൈവിരൽ തുമ്പിന് കൂടുന്ന രീതിയിൽ ചെണ്ട വിന്യസിക്കേണ്ടതെങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട പുതിയ സൗന്ദര്യ ചിന്തകൾ അരങ്ങിൽ അവതരിപ്പിച്ചുകൊണ്ട് തിളങ്ങി തെളിഞ്ഞു വരുന്ന ഒരു സമയസന്ധിയിലാണ് പെട്ടെന്ന് ആരെയും അഗാധമായ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ബാലസുന്ദരൻ നമ്മെ വിട്ടുപോകുന്നത്. ഇന്നിവിടെ നടക്കേണ്ട കഥകളി മാറ്റിവെക്കപ്പെടാനുണ്ടായ കാരണവും ബാലസുന്ദരൻ്റെ അകാലമായ വിയോഗമായിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നു. ബാലസുന്ദരൻ കൊട്ടേണ്ടിയിരുന്ന കഥയായിരുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള പ്രധാനപ്പെട്ട കഥകളി വേദികളിൽ പ്രധാന ചെണ്ടവാദകനായി ബാലസുന്ദരൻ പരിഗണിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഏറ്റവും നല്ല ഉജ്ജ്വലമായ ഒരു സമയസന്ധിയിലാണ് അദ്ദേഹം അകാരണമായി അകാലത്തിൽ നമ്മോട് യാത്ര പറഞ്ഞ് പോയത്. അങ്ങനെ മാറ്റിവെക്കപ്പെട്ട കഥകളിയാണിത്. കേരള കലാമണ്ഡലത്തിലെ ചെണ്ട വിഭാഗത്തിൻ്റെ മേധാവിയായും ഏറ്റവും സനിഷ്കർഷം കളരി പാഠങ്ങൾ ശിഷ്യർക്ക് പകർന്നു കൊടുക്കുന്ന വത്സലനായ ഗുരുനാഥനായും, അരങ്ങിലാണെങ്കിൽ ഓരോ നടൻ്റെയും മനസ്സറിഞ്ഞ് കൊട്ടാൻ കഴിയുന്ന വാദകനായും, കഥകളി രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രയോക്താക്കളുടെയും ഉറ്റ ചങ്ങാതിയായും സഹപ്രവർത്തകനായും കാണികളെ സംബന്ധിച്ചൊരു വിസ്മയമായും നിറഞ്ഞു വന്ന ബാലസുന്ദരൻ്റെ അകാലമായ ആ നിര്യാണം ഇന്ന് നമ്മെ ഒരു നൊമ്പരമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ മാറ്റിവെക്കപ്പെട്ട ഈ കളി തുടങ്ങുന്നത്
ബാലസുന്ദരൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു സാഷ്ടാംഗ പ്രണാമത്തോടെയാകണം എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കാം. സ്മരിക്കപ്പെടേണ്ടവർ വേറെയുമില്ലെന്നില്ല. നാരായണൻ നാരാശാൻ ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മെ വിട്ടുപോകുന്നത്. കഥകളിയുടെ ഒരു പുഷ്കല കാലഘട്ടത്തിലെ വിധാതാക്കളായിരുന്ന പലരും അങ്ങനെ നമ്മെ വിട്ടു പോവുകയാണ്. ആ വേദന ഒരു ഭാഗത്ത് സഹിക്കുന്നതോടൊപ്പം തീർച്ചയായും അതിജീവിക്കാനുള്ള കരുത്ത് കഥകളിക്ക് വേദിക്കുണ്ടാകണം എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. ബാലസുന്ദരൻ പോയാലും നാരായണൻ നായരാശാനും പോയാലും എന്നല്ല, രാമൻകുട്ടി നായരാശാൻ പോയാലും കഥകളി വേദിക്ക് പുലരാനും തുടരാനുമാകണം. അതുതന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതാണ് പുതിയ കഥകളി വേദിക്ക് രാമൻകുട്ടി നായർക്ക് ശേഷം എങ്ങനെ പുലരാനാവുന്നു എന്ന പരിശോധനയാണ് യഥാർത്ഥത്തിൽ രാമൻകുട്ടി നായർ അനുസ്മരണം എന്ന വാക്കുകൊണ്ടും അർത്ഥമാക്കേണ്ടത്. ഈ ശതാബ്ദി വർഷത്തിൽ ഏറെ വേദികളിൽ രാമൻകുട്ടി നായരാശാൻ സ്മരിക്കപ്പെട്ടു. വ്യക്തിപരമായി ഞാൻ തന്നെ ഇതിനു മുമ്പും ഒരു സന്ദർഭത്തിലെങ്കിലും രാമൻകുട്ടി നായരാശാനെ അനുസ്മരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ വർഷം അല്ലെങ്കിലും രാമൻകുട്ടി നായർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അനുസ്മരിച്ച് എത്ര വേദികളിലാണ് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നത് ഓർത്തെടുക്കാനാവുന്നില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, രാമൻകുട്ടി നായർ അനുസ്മരണം ഒരു ചടങ്ങായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കഥകളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വ്യാകരണബദ്ധതയെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ആവിഷ്കാര രീതിശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നടൻ്റെ മനോധർമാവിഷ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിലൊക്കെ രാമൻകുട്ടി നായർ എന്നൊരു വാക്ക് സ്മരിക്കാതെ കഥകളിയെക്കുറിച്ച് പറയാറാവാറില്ല. അങ്ങനെ എത്ര വേദികളിൽ ഓരോരുത്തരും അദ്ദേഹത്തെ സ്മരിച്ചിട്ടുണ്ട് ഈ കാലയളവിനുള്ളിൽ എന്ന് ഒരാൾക്കും കണക്കെടുക്കാനാവില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ അനുസ്മരിച്ച് തുടങ്ങേണ്ടതെങ്ങനെ? അടുത്തയിടെയാണ് ഒരു ചെറുകഥ, ഭാഷാപോഷണിയിലാണെന്ന് തോന്നുന്നു, ഉണ്ണിയാറിൻ്റെ കഥ വന്നു. ഗംഭീര വിക്രമ എന്നായിരുന്നു കഥയുടെ ശീർഷകം. ആ കഥ പര്യവസാനിക്കുന്നത് ഇങ്ങനെയാണ്. രാമൻകുട്ടി നായരാശാൻ്റെ ഉത്ഭവം കഴിഞ്ഞ് മടങ്ങുന്ന കൈമളും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിയായ ഒരു കുഞ്ഞനിയനും, കുഞ്ഞനിയൻ എന്നുള്ളത് എൻ്റെ പേര് കൂടിയാണ്, അതാണ് അതിൽ കൗതുകരമായൊരു കാര്യം, മറ്റൊരാളും ചേർന്ന് തിരിച്ച് യാത്ര ചെയ്യുന്നതിനിടയിൽ നിശ്ചലനായി നിൽക്കുന്ന സൂര്യനെ കാണുന്നത് പോലെയാണ് കഥ പര്യവസാനിക്കുന്നത്. കൈമൾ പറഞ്ഞു, ഇന്നലെ രാമൻകുട്ടി നായർ അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞതാ സൂര്യനോട് ഉത്ഭവത്തിൽ. ഇനി രാമൻകുട്ടി നായർ പറഞ്ഞാലേ സൂര്യൻ അനങ്ങാൻ പറ്റൂ. ആ കഥ ഒരു കഥ മാത്രമാണെങ്കിൽ പോലും സൂര്യദേവനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന കരുത്തോടുകൂടി രാവണ വേഷത്തെ അവതരിപ്പിച്ചൊരു നടനെ സ്മരിക്കുകയായിരുന്നു ഉണ്ണിയാർ ആ കഥയിലൂടെ എങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാനാവും ആദിത്യനെ പിടിച്ചു നിർത്തിയോ എന്നറിഞ്ഞുകൂടാ. കഥകളി വേദിയെ സ്വന്തം ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് 5 പതിറ്റാണ്ട് കഥകളി വേദി ഭരിക്കാനായ കരുത്ത് രാമൻകുട്ടി നായർക്കുണ്ടായതുപോലെ ഉണ്ടായ ഒരു നടൻ്റെ ചരിത്രം കഥകളിയിൽ വരെ ഉണ്ടാവില്ല. പല വേദിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകൻ്റെ അഭിരുചിയെ നിർണയിച്ചത് അദ്ദേഹമാണ്. ആവർത്തിക്കുകയാണ്, അത് കേട്ടവർ വീണ്ടും കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതേ പറയാനുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഇത് പറയാതെ വയ്യ. ഹനുമാൻ എത്ര പൊക്കം വേണം എന്ന് തീരുമാനിക്കുന്നത് രാമൻകുട്ടി നായരാശാൻ്റെ പൊക്കത്തെ ആധാരമാക്കിയാണ്. ശരീരത്തിൻ്റെ നിലകളെ സംബന്ധിക്കുന്ന നമ്മുടെ സങ്കല്പനങ്ങൾ ഒരു പക്ഷേ
കഥകളി അതിനു മുമ്പ് വളർത്തിയെടുത്ത വ്യാകരണ പദ്ധതിയിലെ ഉല്ലംഘനങ്ങളായിരുന്നു രാമൻകുട്ടി നായരാശാൻ്റെ ശരീരഭാഷ. വേണമെങ്കിൽ കുറ്റം പറയാൻ വേണ്ടി രാമൻകുട്ടി ആശാൻ ചെയ്യണതൊക്കെ തെറ്റാണ് എന്ന് നമുക്ക് വാദിക്കാവുന്ന ഇഷ്ടം പോലെ വിഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വേഷത്തു നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കാനാവും. കയ്യിന് വായു കൊടുത്തല്ലേ മുദ്ര കാണിക്കേണ്ടത്, അവിടെ താണു നിൽക്കുകയല്ലേ വേണ്ടത്. ആ വ്യാകരണം മാറുകയാണ്. രാമൻകുട്ടി നായരാശാൻ ചെയ്തതുപോലെ ചെയ്യുമ്പോഴേ സൗന്ദര്യമുള്ളൂ എന്ന പുതിയ ബോധ്യത്തിലേക്ക് കഥകളിയുടെ പാഠ്യക്രമവും ആസ്വാദകൻ്റെ രുചിയും അഭിരുചിയും എല്ലാം പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ലളിതമായ ഉദാഹരണം, ആശാൻ അരയ്ക്ക് വായു കൊടുത്ത് ആ കഥകളിയുടെ പോസ്റ്റർ അല്ലെങ്കിൽ ആ ഘടന സുഭദ്രമാക്കി എടുക്കുന്നതോടൊപ്പം കൈവിരലുകളെ അനായാസമായി ചലിക്കുന്ന രീതിയിൽ സ്വതന്ത്രമാക്കി വായു കൊടുക്കാതെ വിടുന്നൊരു രീതിയാണ് മുദ്രാഭിനയത്തിൽ അനുവർത്തിക്കുന്നത്. അപ്പോൾ അതേ എന്ന് മുദ്ര പിടിക്കുമ്പോൾ വിരൽ കൂടണ്ടേ, വിരൽ കൂട്ടി ഇങ്ങോട്ട് ഞെറുങ്ങലിച്ച് വിറങ്ങലിപ്പിച്ച് മുദ്ര കാണിക്കുന്ന മറ്റ് പല നടന്മാരുടെയും മുദ്ര കാണുമ്പോൾ നമ്മൾ പറയും, നിങ്ങളെന്താണ് രാമൻകുട്ടി നായരാശാൻ്റെ മുദ്രയൊന്നും കാണാത്തത്? ഇതില്ലാതെയാണ് ഭംഗി. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഭംഗികൾ എന്ന നമ്മുടെ സങ്കല്പനം തന്നെ പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ആശാൻ്റെ ആവിഷ്കാരത്തിലൂടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പുതിയ അരങ്ങ് ഭാഷ, അതുവരെ കാണാത്തൊരു പുതിയ ഭാഷ അദ്ദേഹം നിർമ്മിച്ചെടുക്കുകയായിരുന്നു, കഥകളിക്ക് അതിനെ തുടർന്ന് സംഭാവന ചെയ്യുകയായിരുന്നു എന്നതാകും ചരിത്രം. കൗതുകത്തിന് വേണ്ടി ഞാനതൊരിക്കൽ ഒരു നിവാപം വേദിയിൽ വെള്ളിനെഴി വെച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം വ്യാഖ്യാനിച്ച് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ആംഗികാഭിനയം കൊണ്ട് സാമൂഹിക ജീവിതത്തെ പകർത്തുകയാണെന്ന് നമുക്ക് തോന്നാവുന്ന പല മുഹൂർത്തങ്ങളെയും രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ആ മധ്യ കേരളത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളിനേഴി ഉൾപ്പെടുന്ന ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ സംസ്കാരവും ജീവിത രീതികളും സ്വാധീന ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്ന്. പാർവതീവിരഹം ആടുന്ന സമയത്ത് പാർവതി കുളിക്കുന്നു, കുളിച്ച് മുടി കെട്ടുന്നു, മുടി കെട്ടി ആ വസ്ത്രം ധരിക്കുന്നു. ഈ ഒരു ഭാഗം മാത്രം എടുക്കൂ. മധ്യ കേരളത്തിലെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ തുറന്ന സ്ഥലത്ത് കുളക്കടവിൽ കുളിക്കുന്ന സ്ത്രീകളുമായി അതിന് ബന്ധമുണ്ടാകും. ലങ്കാലക്ഷ്മിയെ തൊട്ട് കണ്ണെഴുതാം എന്ന ആട്ടങ്ങൾക്ക്, ഇതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ്, ആ ആട്ടങ്ങൾക്ക് മധ്യ കേരളത്തിലെ ഗ്രാമീണരായ ആളുകൾക്കിടയിലുള്ള പ്രാദേശിക ഭാഷണങ്ങളുമായി ഒരു ബന്ധമുണ്ടാകാം. ശരിക്കും ആ കാർഷിക വ്യവസ്ഥയുടെ ആഴത്തിലേക്ക് വേറിറക്കി അവിടെ നിന്ന് നീരും വളവും ആർജിച്ചെടുത്ത് വികസിപ്പിച്ചെടുത്ത ഒരു അഭിനയ താന്ത്രികതയുടെ പാരമ്യത്തിലാണ് കഥകളി വേദിയിൽ രാമൻകുട്ടി നായർ എന്ന നടൻ പ്രതിഷ്ഠിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നിരീക്ഷിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട പല കഥകളുടെയും ആട്ടക്രമങ്ങൾ അദ്ദേഹം നിർമ്മിച്ചതാണെന്ന് നമുക്കറിയാം. മറ്റൊരു സ്വാധീനങ്ങളും ഇല്ലാതെ രാമൻകുട്ടിയാശാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കവളപ്പാറ നാരായണാശാൻ്റെ ഹനുമാൻ ഞാൻ കണ്ടിട്ടില്ല. ലവണാസുരത ഹനുമാനോ തോരണയുദ്ധ ഹനുമാനോ അല്ലെങ്കിൽ സൗഗന്ധിയ ഹനുമാനോ ഉൾപ്പെടെയുള്ള ഹനുമാൻ വേഷങ്ങൾക്ക് മാത്രമല്ല, പ്രധാനപ്പെട്ട കീചകൻ പോലെയുള്ള കത്തിവേഷങ്ങൾക്കും ഉത്ഭവവും നരകാസുരനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ രാവുണ്ണിമേനോനാശാൻ പഠിപ്പിച്ചതിൻ്റെ ഒരു പിൻബലത്തിൽ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണെങ്കിൽ പോലും ആ പഠിപ്പിച്ചതാണ് അതിൻ്റെ പിൻബലമെങ്കിൽ, കീചക വേഷം രാവുണ്ണിമേനോനാശാൻ്റെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ പ്രധാനപ്പെട്ട വേഷമായിരുന്നില്ല. അത്തരം വേഷങ്ങൾക്ക് പുതിയതായൊരു രംഗവ്യാഖ്യാനം നൽകുന്നത് ഭാവനയിൽ നിന്ന് തന്നെയാണ്. പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം. ഒരാളുടെയും അനുകരണമല്ലാതെ സ്വതന്ത്രമായി സ്വകീയമായി സാഹസികമായി
രാമൻകുട്ടി നായരാശാൻ ഒരു വഴി വെട്ടിത്തുറന്ന് കഥകളിക്ക് സംഭാവന ചെയ്യുകയായിരുന്നു. ഭാഗ്യവശാൽ അത് കഥകളിയുടെ ആധുനിക കാലത്തിൻ്റെ തിരുപ്പിറവിയായി മാറുകയായിരുന്നു എന്ന് നമുക്ക് കാണാനാവും. പുൽക്കുടിൽ നിന്ന് ഒരു ദിവ്യ തേജസ് ജന്മം കൊള്ളുന്ന പുതിയ യുഗാരംഭം പോലെ രാമൻകുട്ടി നായരാശാൻ ചെയ്ത വേഷങ്ങളുടെ ആ മാതൃക പിൻപറ്റിക്കൊണ്ടേ കഥകളിക്ക് പിന്നീട് മുന്നോട്ട് പോകാനായിട്ടുള്ളൂ എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു യുഗത്തെ 50-ാം വയസ്സിലാണ് അദ്ദേഹം അക്കാഡമി പുരസ്കാരം നേടുന്നത് എന്ന് പറയുമ്പോൾ 30-ാം വയസ്സിൽ ശിരസിൽ കയറിയ കിരീടം 50 കൊല്ലം അഴിക്കാതെ കഥകളി വേദിയെ ഭരിച്ചുകൊണ്ടും നയിച്ചുകൊണ്ടും കഥകളിയുടെ പുതിയ ഭാവുകത്വത്തെ കൃത്യമായി അനുവാചകരിൽ പകർത്തിക്കൊണ്ടും ആ വ്യാകരണ രീതിശാസ്ത്രം ശിഷ്യരെ അഭ്യസിപ്പിച്ചുകൊണ്ടും കഥകളിയുടെ പര്യായമായി നമ്മോടൊപ്പം ജീവിച്ച മഹാനായ ആചാര്യൻ എന്നൊറ്റ വാക്യത്തിൽ രാമൻകുട്ടി നായരാശാനെ പറ്റിയുള്ള വിശേഷണം ഞാൻ പൂർത്തിയാക്കുകയാണ്. തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ദിവ്യമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവോടെ ഒരിക്കൽ കൂടി ശിരസ് നമിക്കുകയാണ്, കൈകൾ കൂപ്പുകയാണ്. തുടർന്ന് ഹരിദാസൻ സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കിയതാണ്. നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാത്രമല്ല ഡോക്ടർ പത്മഭൂഷൺ രാമൻകുട്ടി നായരാശാൻ്റെ 100-ാം ജന്മവാർഷികത്തിൻ്റെ ഈ ഒരു ചടങ്ങിലേക്ക് 2 വാക്ക് സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ച ഇതിന് സംഘാടകരോട് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞാൻ രാജാന്തരെ പോലെ ഒരു പ്രാസംഗികനല്ല. എനിക്ക് ആശാനായിട്ടുള്ള കൂടി അരങ്ങ് പരിചയം ഉണ്ടായതും അരങ്ങത്ത് കുറേ പ്രവർത്തിക്കാൻ സാധിച്ചതും അല്ലാണ്ട് മറ്റ് അനവധി കാര്യങ്ങളൊന്നും എനിക്ക് പറയാറിയില്ല. എന്തായാലും ഞാൻ ആശാനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ അമ്മയുടെ നാടായ മഞ്ചേരി കരിക്കാട് വെച്ചിട്ടാണ്. അവിടെ അന്ന് 3 ദിവസത്തെ ഉത്സവക്കളി. അപ്പോൾ PSV നാട്യസംഘത്തിന് കളിയാണെങ്കിലും രാമൻകുട്ടി നായരാശാൻ, ഗോപിയാശാൻ, അച്ഛൻ ഒക്കെ 3 ദിവസവും പുറമേ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഇതാണ് രാമൻകുട്ടി നായർ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 8 വയസ്സ് പ്രായത്തിലൊക്കെയാണ് ഞാൻ ആശാനെ ആദ്യമായിട്ട് കാണുന്നത്. കഥകളി കാണാൻ ദിവസവും പോവുകയാലും കഥകളി കാണലൊന്നുമില്ല. കാരണം ഈ വേഷത്തിന് ഇറങ്ങത്തേക്ക് കൊണ്ടുപോകുക, അവിടുന്ന് തിരിച്ചു വരിക, അതാണ് എൻ്റെ ചുമതല. അങ്ങനെ ഒരു വേഷം ആ കാലത്ത് കണ്ടത് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, പന്തൊക്കെ പിടിച്ചിട്ട് വെളിച്ചാകുമ്പോൾ സ്റ്റൂളിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് ആശാൻ്റെ. അത് എനിക്ക് തോന്നുന്നു പിന്നീട് തോരണയുദ്ധം ഹനുമാനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കാലക്രമേണ ഞങ്ങൾ വെള്ളിനേഴിക്ക് വന്നു. കഥകളിയായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായതും അതിനുശേഷം അച്ഛൻ്റെ നാടാണ് വെള്ളിനേഴി. ഇവിടെ വന്നതിന് ശേഷം കഥകളി അഭ്യാസം തുടങ്ങി. ആശാൻ്റെ വേഷം ആദ്യമായിട്ട് കാണുന്നത് 10 വയസ്സിലാണ്. പരിയാൻപറ്റ കാവിൽ, അതും ആശാൻ്റെ മാസ്റ്റർ പീസ് വേഷമായ കീചകൻ. അന്നത്തെ കീചകത്തിൽ ആശാൻ്റെ സ്ഥിരം ജോഡിയായിരുന്നില്ല, കല്ലൂഴി വാസുവായിരുന്നു സൈരന്ധ്രി. എങ്കിലും അങ്ങനെ അന്ന് ആ കണ്ട കീചകവധം എൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു. പിന്നീട് ഞാൻ കഥകളി പഠിച്ചതിന് ശേഷം എത്രയോ സുദേശന്മാർ ആശാൻ്റെ കൂടെ, ആശാൻ തന്നെ നിശ്ചയിച്ചിട്ട് കെട്ടിയിട്ടുണ്ട്, അല്ലാതെ ഇതായിട്ട് അതിലൊക്കെ മിക്കവാറും രാമൻകുട്ടി നായരാശാൻ, ശിവരാമേട്ടൻ, അങ്ങനെ അല്ലാത്ത KG വാസുവാശാനും കല്ലൂരി വാസു, ഏറ്റവും കൂടുതൽ ഞാൻ സുദേശം കിട്ടിയത് രാമൻകുട്ടിച്ചാൻ്റെ കൂടെയാണ്. മാത്രമല്ല എനിക്ക് വേറൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്, ആശാൻ്റെ കത്തിവേഷങ്ങളുടെ കൂടെയുള്ള പരിചയത്തിൻ്റെ കൂടെ ആശാന്മാരിൽ ഏറ്റവും കൂടുതൽ ഞാൻ വേഷം കെട്ടിയിട്ടുള്ളത് രാമൻകുട്ടിച്ചാൻ്റെ കൂടെയാണ്. അതൊക്കെ ഞാൻ എൻ്റെ ഒരു കഥകളി ജീവിതത്തിലെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ആശാൻ്റെ വേഷത്തിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ വെച്ചാൽ ഏത് വേഷത്തിനെ കുറിച്ചിട്ടാണ് പറയാതിരിക്കേണ്ടതെന്ന് നിശ്ചയമില്ല. ഉത്ഭവമായാലും വേണ്ടില്ല, കീചകനായാലും വേണ്ടില്ല, ഹനുമാന്മാരായാലും വേണ്ടില്ല. പക്ഷേ എനിക്ക് ആശാൻ്റെ വേഷങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കാൾ എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത്, ആശാന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആശാൻ്റെ മിക്കവാറും 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ കഥയിലെ വേഷമാണ് ഉണ്ടാവുക. അന്ന് പുലരിമാരുള്ള കളിയാണ്. അപൂർവം വല്ല സന്താനപാല അർജുനനോ കല്യാണ സൗന്ദര്യം ഭീമനോ മാലയിടലുണ്ടെങ്കിൽ മാത്രമാണ് ആദ്യത്തെ കഥ.
അന്ന് ഇന്നത്തെ പോലെ ഈ മുന്നരങ്ങ് ഭ്രമം ഉണ്ടായിരുന്നില്ല. അതിന് ആദ്യത്തെ അരങ്ങിൽ പോയില്ലെങ്കിൽ ശരിയാവില്ല എന്നൊരു തോന്നലില്ലാത്തതുകൊണ്ട് നമുക്ക് രാമകുട്ടി നായരാശാനെ പോലത്തെ ആത്മവിശ്വാസമുള്ള കലാകാരന്മാർ ആ കാലത്ത് ഉണ്ടാവുകൊണ്ട് പിന്നീട് നല്ല കുറേ കലാകാരന്മാർ നമുക്ക് ലഭിച്ചു. ഇപ്പോൾ ഗോപിയാശാനെ പോലുള്ള പച്ചവേഷക്കാർ ഒരു പക്ഷേ അന്നത്തെ പ്രധാന ആശാന്മാരായിരുന്നു രാമകുട്ടി നായരാശാനും പത്മനാരാശാനും. അവരൊരാൾ പച്ചവേഷവും ഒരാൾ കത്തിവേഷവും കിട്ടുക എന്നും ഗോപിയാശാൻ്റെ മൂന്നാമത്തെ കഥയിലെ വേഷമാണ്. കാരണം അന്നത്തെ കണക്ക് പ്രകാരം അതൊന്നും അല്ലാണ്ട് ഗോപിയാശാൻ്റെ ആദ്യത്തെ കഥ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെ കഥയായാലും ആശാന് നല്ല ഉറപ്പുണ്ട് എൻ്റെ വേഷം കാണാൻ അവിടെ ഓഡിയൻസ് ഉണ്ടാവുമെന്ന്. ഈ ആത്മവിശ്വാസമാണ് ആശാനെ ഒരു ഒറ്റയാനയായി നിർത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആശാൻ്റെ ആട്ടങ്ങൾക്ക് ആശാൻ്റെ സംഭാഷണം പോലെ തന്നെയാണ് നിർത്തി ഉള്ള ആ ഒരു ആട്ടം കാണിക്കൽ. അത് ആശാൻ്റെ മാത്രമല്ല ഏതൊരു വ്യക്തിയുടെയും നമുക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഗോപിയാശാൻ ആടുകയാണെന്ന് വെച്ചാൽ ആദ്യം മൂപ്പര് കുറച്ച് സ്ലോ ആയിട്ട് മുദ്ര കാണിക്കും, പിന്നെ സ്പീഡിൽ കാണിക്കും. അത് മൂപ്പര് സംഭാഷണം ഇങ്ങനെയാണ്. അതെയോ അങ്ങനെ എന്നാൽ അത് നേരത്തെ പറയണ്ടേ എന്നങ്ങനെ അപ്പോഴേക്ക് ശബ്ദം കൂടും. അപ്പോൾ ആ ആട്ടത്തിനും അതെ ലേശം സ്പീഡ് കൂടും, വീണ്ടും സ്ലോ ആവും. ഇതിപ്പോൾ ഏതൊരാളുടെ ആട്ടം ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും അയാളുടെ സംഭാഷണ ശൈലിയുടെ അതേ രീതിയാണ് ആട്ടം. എൻ്റെ ആട്ടമാണെന്ന് വെച്ചാൽ എൻ്റെ സംഭാഷണത്തിൻ്റെ ശൈലിയാവും. ആ ഒരു പ്രത്യേകത ആശാൻ്റെ വേഷം. അതായത് ഇപ്പോൾ ബാലിവിജയൊക്കെ ആണെങ്കിൽ ആ കൈലാസോദ്ധാരണം അവസാനിച്ച് പാർവതീരോഹം തുടങ്ങുന്നതിന് മുമ്പേ പന്ത് തട്ടുന്ന പോലെ എന്നിങ്ങനെ വളരെ ലാഘവത്തോടു കൂടി ചെയ്തിട്ട് ആ നാരദൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും. ഈ പന്ത് തട്ടും പോലെ കാണിക്കും. അപ്പോൾ മനസ്സിലായി നമുക്ക് ആ കൈലാസോദ്ധാരണം കഴിഞ്ഞു. പിന്നെ നാരദൻ അങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ ശിവനും പാർവതിയൊന്നും ഉണ്ടായിരുന്നില്ലേ ചോദിക്കുമ്പോഴാണ് ആടുള്ളൂ. അല്ലാണ്ട് ഒക്കെപ്പാടെ ഒന്നിച്ചോടെ ഒരു ആട്ടം ആടലില്ല. അങ്ങനെ എല്ലാറ്റിനും ഒരു ഫുൾ സ്റ്റോപ്പ്. അതുപോലെ ആശാൻ പൊതുവേ ഗൗരവക്കാരനാണ്, നർമ്മമില്ല എന്നൊക്കെയാണ് പൊതുവേ നമ്മുടെ ധാരണ. പക്ഷേ ആശാൻ നർമ്മമൊക്കെ പറയും, വളരെ അപൂർവമായിട്ടേ പറയുള്ളൂ മാത്രം. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ശിവരാമേട്ടൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന, അപ്പോൾ ആശംസാ പ്രസംഗമാണ് ഷഷ്ടിപൂർത്തി ദിവസം. അപ്പോൾ ആശാൻ ഒരു ഡയലോഗ് പറഞ്ഞു. ശിവരാമേട്ടനൊക്കെ വളരെ രസമായി ചിരിച്ചു. ശിവരാമൻ വെള്ളം കൂട്ടാണ്ട് മിൽക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴും സ്വീറ്റ് 17 പറഞ്ഞു. അതിൻ്റെ ആ ആശയവും ആശാൻ്റെ ആ നർമ്മവും എന്നാൽ അത് കൂടുതലൊന്നും പറയലോ ചിരിക്കലോ ഒന്നും പതിവില്ല. അതേപോലെ വളരെ ഗൗരവക്കാരനായ ആശാൻ കണ്ടിവാർ കോയിൽ കഴിഞ്ഞാൽ സൈരന്ധ്രിയോട് കൂടിയുള്ള സഹസേനത്തിന് മുമ്പേ വേർപ്പൊക്കെ ഒപ്പി മേപ്പോട്ട് നോക്കിയിട്ട് ഒരു ചെറിയൊരു പുഞ്ചിരിയുണ്ട്. ആ ചിരിക്ക് എന്തൊരു ഭംഗി അറിയോ, വളരെ ചെറുതായിട്ട് ചിരിക്കുന്നുള്ളൂ. കാരണം ഇനി അനുഭവിക്കാൻ പോകുന്ന ആ ഒരു അനുഭൂതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ചിരിക്കുന്നത്. അങ്ങനെ ആശാൻ്റെ എല്ലാ വേഷങ്ങൾക്കും ആശാൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഏറ്റവും അധികം ഇനി ആശാനെക്കുറിച്ച് പറയേണ്ടത് ആശാൻ കഥകളി ജീവിതത്തിലേക്ക് വരാനുള്ള കാരണം, ഞാൻ ആദ്യം എന്നെ ഇതിന് ക്ഷണിച്ചപ്പോൾ എനിക്ക് ഇതിനുള്ള ഒരു അർഹതയുണ്ടോ, അതായത് പ്രസംഗിക്കാൻ, പ്രത്യേകിച്ച് രാമകൃഷ്ണനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒരു വേദിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട് കോട്ടയത്ത്. ഈ അർഹത ഉണ്ടോയെന്ന് ചിന്തിച്ചപ്പോഴാണ് അർഹത എന്നുള്ള വാക്കായിട്ട് ആശാൻ്റെ ജീവിതം വളരെ ബന്ധമുണ്ട്. ആശാൻ്റെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ്സിൽ മാഷ് അർഹത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു. ആശാനതറിയില്ല. അപ്പോൾ ആശാൻ്റെ അമ്മയും ഈ മാഷിനെ അത്ര പഠിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരം കുളിപ്പിക്കാൻ വേണ്ടി തോർത്തുകൊണ്ട് അഴിച്ചു നോക്കുമ്പോൾ മേലെ ആസകലം മുറിയാണ്. ഇതൊക്കെ ആശാൻ തന്നെ പറഞ്ഞു കേട്ടതാണ്, അല്ലാണ്ട് ഞാൻ പറയണതല്ല. അപ്പോൾ എന്താ രാമകുട്ടി എന്ന് എൻ്റെ മേലൊക്കെ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ മാഷ് അടിച്ചതാണ്. അപ്പോൾ എന്താ കാരണം? അർഹത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു, അതറിയില്ല. അപ്പോൾ പിറ്റേ ദിവസം അമ്മ എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണൻ്റെ കൂടെ സ്കൂളിൽ ചെന്നു. അപ്പോൾ ടീച്ചർ ഈ മാഷോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്കുമുണ്ട്. എന്താ മാഷേ രാമകുട്ടി സ്കൂളിൽ നിന്ന് വലുതും കട്ടുമോ ചോദിച്ചു അത്രേ. കാരണം അത്ര ഭയങ്കരമായിട്ട് ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞു വെച്ചാൽ ആ അർഹത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിശ്ചയില്ലാത്തതുകൊണ്ട് ആ സ്കൂൾ വിദ്യാഭ്യാസം അന്നത്തോടു കൂടി നിന്നു. പിന്നീട് അവരുടെ ഒരു കുടുംബ സുഹൃത്തായിട്ടുള്ള ലണ്ടൻ കുമാരൻ നായർ മുഖാന്തരം ആശാൻ പട്ടിക്കാന്തൂർ രാവണ്യമേനാശാൻ്റെ ശിഷ്യനായി. കാന്തല്ലൂരൊക്കെയാണ് ആദ്യത്തെ അഭ്യാസം ഉണ്ടായെന്നാണ് കേട്ടത്. പിന്നീട് കലാമണ്ഡലത്തിൽ പോയി അധ്യാപകനായി, പ്രധാന അധ്യാപകനായി, പ്രിൻസിപ്പാളായി. അത് കഴിഞ്ഞ്
ഒരു കഥകളി കലാകാരന് കിട്ടാവുന്ന എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും നേടി ആ എല്ലാ അർഹതയോടു കൂടിയാണ് ആശാൻ നമ്മളെ പിരിഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പല ആശാന്മാരുടെ പേരിലും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തനാണ് അദ്ദേഹം. ജീവിച്ചിരിക്കുന്ന കാലത്ത് രാജസം എന്ന പേരിൽ ഒരു അവാർഡ്, അത് അദ്ദേഹത്തിന് മൂത്തപുത്രൻ്റെ ഒരു നിർബന്ധപ്രകാരം കൂടിയാണെന്നാണ് കേട്ടത്, ഉണ്ണിയുടെ. അത് ആശാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. ആ പ്രഥമ അവാർഡ് കിട്ടിയിരിക്കുന്നത് കലാമണ്ഡലം സോമനാണ്. രണ്ടാമത്തെ അവാർഡ് മാർഗിയിലുള്ള കലാമണ്ഡലം കൃഷ്ണദാസനാണ്. പിന്നീട് അത് ആശാൻ്റെ ആ വിയോഗത്തിന് ശേഷം നിന്ന് കുറച്ചു കാലമെങ്കിലും വീണ്ടും ഇപ്പോൾ 13 ആശാൻ മരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. 12 വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നിവാപം എന്നൊരു പരിപാടി അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഈ വർഷവും കൂടി നടന്നു. ഞാനും അതിൻ്റെ ഒരു ചെറിയൊരു ഭാരവാഹിയാണ്. ആശാൻ കഥകളി ഉള്ളിടത്തോളം കാലം രാമകുട്ടി ആശാനെ സ്മരിക്കാണ്ട് കഥകളിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ആ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആശാൻ ഈ ശിവരാമേട്ടൻ്റെ പത്തിക്കേറ്റ് ഇട്ടുകൊടുക്കൽ മിക്കവാറും തേപ്പിക്കലും ഞാനാണ് പതിവ്. അപ്പോൾ ആശാനെ ചുട്ടിക്ക് കിടക്കണം. അപ്പോൾ അവിടെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാൽ ഈടോ ശിവരാമൻ്റെ ചുട്ടി കഴിഞ്ഞോ ചോദിക്കുന്നോട്. അങ്ങനെ ചെറിയ ചില ഡയലോഗുകളൊക്കെയാണ് ആശാൻ്റെ എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കാരണം ആശാനായിട്ട് അങ്ങനെ കൂടുതൽ സംസാരിക്കാനുള്ള അവസരമില്ലല്ലോ. ഒന്ന് ചിരിക്കും, അത്രയേ ഉള്ളൂ. സംഭാഷണത്തിലുള്ള കൂടുതൽ സാധ്യതയില്ല. നേരെ മറിച്ച് ശിവരാമേട്ടൻ്റെയൊക്കെയാണ് ഞാൻ 2 പറയാം. ഞാൻ അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. ശിവരാമേട്ടൻ്റെ വേദി അല്ലാത്തതെന്ന് അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് കാരണമണ്ണ അന്നത്തെ സ്റ്റേജായിട്ടില്ല. അപ്പോൾ MT വാസുദേവൻ നായർ ആണ് ഈ വീരശൃംഖല കൊടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മറുപടി പ്രസംഗത്തിൽ കഥകളിയിൽ ഈ ഒട്ടും അടിത്തറയില്ലാത്ത ഈ ശിവരാമൻ, അവിടെ മന്ത്രിമാരാരോ ആണ് ഉദ്ദേശിച്ച് പറഞ്ഞു നോക്കുമ്പോൾ ഈ വാസുദേവൻ നായർ. അപ്പോൾ ശിവരാമൻ ഈ വാസുവട്ടം എന്നാണ് പറയുക. അപ്പോൾ ഈ വാസുവട്ടൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടണമെന്നുള്ളത് തന്നെ ശിവരാമൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതാണ്. ശിവരാമൻ്റെ ഗുരുനാഥൻ പത്മശ്രീ വാഴങ്കട കുഞ്ചുനായർക്ക് ഒരു ദീർഘവീക്ഷണമായിരുന്നു. അതായത് ശിവരാമൻ ഈ കുട്ടികളെ പഠിപ്പിച്ച് പഴക്കില്ല. ശിവരാമൻ കുട്ടികളെ പഠിപ്പിച്ചാൽ പഴയ്ക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച. അതാണ് ഈ ശിവരാമൻ ഈ ഇപ്പോഴത്തെ ഒരു ചീത്ത സമ്പ്രദായ സ്ത്രീവേഷക്കാരനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇനി ഞാൻ നിർത്തുകയാണ്. നമസ്കാരം.